പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൺ ബ്ലോക്കുമായിട്ടാണ്. വൺ ബ്ലോക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന്. വൺ ബ്ലോക്ക് പറഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റി ബ്ലോക്കാണ്. എത്ര പൊട്ടിച്ചാലും തീരില്ല. നമ്മൾ പൊട്ടിക്കുന്നോരം പുതിയ പുതിയ ബ്ലോക്ക്സ് വരും. അങ്ങനെ ഡയമണ്ട് വരും, എൻഡ് സിറ്റി വരും. ഓരോ ലെവലിനനുസരിച്ചാണ് ഗൈസ് ഇത് വരിക. പിന്നെ അതാ നിലത്തോട്ട് വീണ് അതൊക്കെ വോയിഡാണ്. ഞാൻ വേണമെങ്കിൽ വീണ് കാണിച്ചു തരാം. വോയിഡാണ്, ഡെഡാവും. നമ്മൾ ഡെഡാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ബെഡ്റോക്ക് കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെറ്റിങ്സ് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ഇതിൽ തന്നെ നമ്മൾ തീരും. ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കുക. പിന്നെ ഈ 5 വട്ടം ചാവണത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ എത്ര ചത്താലും വലിയ സീനില്ല. അപ്പോൾ ഇനി ഒക്കെ സെറ്റ് സർവൈവൽ. ഓക്കെ, ബാക്ക് അടിക്കാം. ഒരു മിനിറ്റ് ഗൈസ്. ഇനി നമുക്ക് പതുക്കാണ്ട് ഐശ്വര്യമായിട്ട് പൊട്ടിച്ചു തുടങ്ങാം. സിംഗിൾ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്കായിട്ട് തോന്നുന്നു ഗൈസ്. പക്ഷേ ആ ബ്ലോക്ക് കൈ കിട്ടേണ്ടതാണ്. നമുക്കിനി ഇത് പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കാം. ഇത് പിന്നെയും പൊട്ടിച്ചാൽ പിന്നെയും ചാവും. ഫസ്റ്റ് ലെവലാണ് ഗൈസ്, ഫോറസ്റ്റ്. നമ്മൾ ഓരോ ലെവലായിട്ട് കിട്ടും. ഒരു മിനിറ്റ്, അത് ഫസ്റ്റ് 2 കളിയിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ ബ്ലോക്കിൽ നിന്ന് കളിക്കാം ഗൈസ്. ഇനിയും ഈ കുഴപ്പം വരും, നോക്കട്ടെ. ജസ്റ്റ് ഒറ്റ വെട്ടം കൂടി. ഇല്ല. ഓക്കെ, ആ പ്രശ്നം പോയി. ഓക്കെ, ഇതങ്ങനെ വയ്ക്കാം. ഇത് പൊട്ടറ്റോ. കുറേ പൂക്കളൊക്കെ ഗൈസ്. ട്രീൻ്റെ എന്തായാലും കിട്ടി. നമുക്ക് ട്രീ നടാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇത് പൊട്ടിക്കണം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്ലാങ്ക്. ചത്തു. ഓക്കെ, എല്ലാ ഐറ്റംസും പോയി. കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് കളിക്കാം. ആയിരിക്കും സേഫ്റ്റി. ഇവിടെ സൈഡിൽ 15 ബ്ലോക്ക് പൊട്ടിച്ചു, 14 ബ്ലോക്ക് പൊട്ടിച്ചു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനെ കളയാതെ നമുക്ക് കൊണ്ടുപോകണം. നമുക്കിത് ബ്രീഡ് ചെയ്യിപ്പിക്കാതെ നടക്കത്തില്ല ഗൈസ്. അതിനെങ്ങനെയെങ്കിലും തട്ടിയിടാതെ നോക്കണം. കുഴപ്പമില്ല, സാരല്ല. ഇനിയും കിട്ടും. സാരല്ല, ഇതൊക്കെ വൺ ബ്ലോക്ക് പറഞ്ഞതാണ് ഗൈസ്. നമ്മളിവിടെ നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. എനിക്ക് വലിയ ബിൽഡ്സൊന്നും അറിയത്തില്ല. അയൺ ഫാം അങ്ങനത്തെ സംഭവമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വേണ്ട. അവിടെ നിന്ന് പൊട്ടിക്കണ്ട. ഡേർട്ടാണ് ഗൈസ് ഫസ്റ്റ് കിട്ടുന്നത്. കുറേ ഡേർട്ട് കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ഡേർട്ട് കിട്ടുന്നുണ്ട്. ടാങ്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇത് കളയാതെ വെക്കണം. ചെസ്റ്റ് അവിടെ തന്നെ ആരും തന്നെ വെച്ചാൽ മതിയായിരുന്നു. വെറുതെ പൊട്ടത്തരം കാട്ടി. ഡേർട്ടും വുഡും മാത്രമേ ഗൈസ് കിട്ടുന്നുള്ളൂ. ചെസ്റ്റ് കിട്ടണം, അല്ലാതെ രക്ഷയില്ല. ഓ മൈ ഗോഡ്, ഇടി മഴയൊക്കെ. ഒത്തിരി ശബ്ദം കുറക്കട്ടെ ഗൈസ്, ഒത്തിരി ശബ്ദം. അത് മതി, ഇത്ര ശബ്ദം മതി. ഇടി മിനി വിട്ട് ഗൈസ് ആകെ. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് പറ്റുമെങ്കിൽ നേരം കിട്ടുമ്പോൾ നമ്മൾ ഓഫ് ക്യാമറയിലും മൈനിങ് ചെയ്യുന്നതാണ്. പിന്നെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാരണം അത് വീഡിയോക്കകത്ത് മാത്രം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നല്ല ഗ്രൈൻഡിങ് വേണം.
ഒരു മിനിറ്റ് എൻ്റെ സ്ക്രീൻ റെക്കോർഡിൻ്റെ സാധനം ഒന്ന് നീക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വെച്ച് വീഡിയോ കട്ടാവും. അങ്ങനെ ഒരു സീനുണ്ട്. എന്താ ഗൈസ്, ഡേർട്ട് മാത്രമേ ഉള്ളൂ. ഡേർട്ട് സ്റ്റാക്കിൻ്റെ അടുത്താറായി. മോബ്സ് സ്പോൺ ആവണതിൻ്റെ മുമ്പ് നമുക്ക് ഇത് മൊത്തം ഉണ്ടാക്കി വയ്ക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് ഗൈസ് ഇവിടെ ഇടി ഇവിടെ മോബ്സ് ഡേർട്ട് വെച്ചാൽ അയ്യോ ലാഗ് ഇല്ല. എല്ലാ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകാം. കുറച്ച് ബ്ലോക്സ് അങ്ങനെ വെച്ചാൽ മതി, കാരണം പിന്നീട് നമുക്ക് ഇത് വെക്കുന്നതാണ് നല്ലത്. കാരണം മറ്റത് നമ്മുടേത് ഒന്നും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുന്നുണ്ട്, പക്ഷേ സ്റ്റോൺ ഒന്നും കിട്ടുന്നില്ല. അത് ലെവലാ തോന്നുന്നു. ഉള്ളതുപോലെ നമുക്ക് ചെയ്യാം. കളയരുത് ബ്ലോക്ക് പോയാൽ കാര്യമില്ല. കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ഹെഡ്സെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ. ഓക്കെ, ഇത്തിരി ശബ്ദം കൂട്ടട്ടെ. ഒരു മിനിറ്റ് 75 ബ്ലോക്ക് ഗൈസ് നമ്മൾ ടോട്ടൽ പൊട്ടിച്ച്. ഇനി എന്തായാലും ഇത്രയും കൂടി വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്നീക്ക് ചെയ്ത് തന്നെ നടക്കാം. അയ്യോ നമുക്ക് ആദ്യം ഒരു ഒറ്റ ചെസ്റ്റ് തകർക്കാണ് ഗൈസ്. ഇതിലേക്ക് വെക്കാം. ഇത് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കാം. മൈ ഗോഡ്, ഭാഗ്യം. ഇവിടെ മോബ്സ് സ്പോൺ ആവാതിരുന്നാൽ മതി ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ വയോമ് നൈസായിട്ടുണ്ട് കൊന്നാലോ. പിന്നെയും പോയി. പിന്നെയും എൻ്റെ കോഴി കയറി വരാൻ പറ്റുമോ? എനിക്ക് ഇല്ല. ചേ വേണ്ടായിരുന്നു. പാവം കോഴി, എന്ത് ചെയ്യാനാ. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ മൈൻഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് വീഴുന്നു വരാം. ഇടയ്ക്കൊരു ബഗ് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, വാട്ടർമെലോൺ കിട്ടി. പതുക്കെ ഐറ്റംസ് മാറുന്നുണ്ട്. കിട്ടാത്ത ബ്ലോക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വുഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ വുഡ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പൊസിഷൻ ഈ പൊസിഷൻ നോക്കാനൊന്നും അറിയത്തില്ല. ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ 5ാമത്തെ എപ്പിസോഡ് എത്തിയിട്ട് ലാസ്റ്റ് ഇട്ടത്. അധികം വൈകാതെ അതും വരും. 107 ബ്ലോക്കൊക്കെ നമ്മൾ പൊട്ടിച്ചോ. ഞാൻ ഞെക്കിയാണ് പിടിച്ചേക്ക് ഗൈസ്. കിട്ടുന്നത് മൊത്തം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഇതൊക്കെ പാടെ കൂട്ടി ചിലപ്പോൾ ഒരു 64 സ്റ്റാക്കിൻ്റെ അടുത്തുണ്ടാവും. സ്റ്റോൺ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഒപ്പിയാവും. വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ലെവല് മാറാതെ കായല്ല. ഗൈസ് 154 ബ്ലോക്ക് പൊട്ടിച്ച് ഇങ്ങനെ നിന്ന് പൊട്ടിക്കായതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. അല്ല, കൂളായിട്ട് പോവും.
ചെസ്റ്റ് കിട്ടണം ഗൈസ്. അല്ലാതെ കാര്യമില്ല. ഒന്നെങ്കിൽ ഒരു ചെസ്റ്റ് അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ ആവണം. അല്ല, ആദ്യം എഴുതിയിരുന്നത് ഫോറസ്റ്റ് പിന്നെ അണ്ടർഗ്രൗണ്ട് അങ്ങനെ എന്തായിരുന്നു. ഈ 1 ബ്ലോക്കിൻ്റെ ലിങ്ക് ഞാൻ വേണ്ട അതിന് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം ഗൈസ്. ഷോർട്ടായിട്ടോ ഫുള്ളായിട്ടോ ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര കമ്മിയാണ്. ഫ്രണ്ട് സ്റ്റാക്കിൻ്റെ അടുത്തായി. ഫുഡ് കിട്ടുന്നുണ്ട് നമുക്കിനി. ഇനി 8 കിട്ടി. പമ്പിന് കിട്ടി. പമ്പിന് ഓക്കെ 57. നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഫർണസ്. മൈ ഗോഡ്, ടോർച്ചില്ലാതെ നടക്കില്ലല്ലോ. ചെറിയ ഷവൽ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഒരു ഷവലും സ്റ്റോണിൻ്റെ ഒറ്റൊരു ഷവലും ഒരു ആക്സും അത്ര മതി. എന്നാക്കിയാം ഗൈസ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ വയ്ക്കാം. ഒന്നും കൂടി പെട്ടെന്ന് ഒട്ടിക്കാം. പെട്ടെന്ന് പവർ ചെയ്ത് കുഴപ്പമില്ല. മാറ്റിലാണ് ഗൈസ് പണി. മാറ്റിൽ ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര. ഇവനെ ഞാൻ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് അവിടെ ഇട്ട് കൂട്ടാം. ഇങ്ങോട്ട് ഇത്തിരി ഗ്യാപ്പ് എക്സ്ട്രാ ഉണ്ടാക്കാം. ആവശ്യം വരുമ്പോൾ. അയ്യോ, അത് വിഴല്ലേ ഈശ്വര, വിഴല്ലേ. ഓക്കെ, ഇനി നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട് നമുക്കൊരു ഇതുണ്ടാക്കണം. 8 കൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഇനി നമുക്ക് ഇതുണ്ടാക്കണം. ഇത് ഉണ്ടാക്കാൻ വടി വേണം. ആദ്യം വടി ഉണ്ടാക്കട്ടെ. ഒരു ഡോറും വേണം തൽക്കാലത്തേക്ക്. പോലെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. ഇരുന്നുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. വീണോ? ഇല്ല. നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യണം. വീഡിയോ എക്സ്പാൻഡ് ചെയ്യാം. സോറി വീഡിയോ അല്ല, ഇത് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ചെറിയ കൂട് തികയത്തില്ല. ദാരിദ്ര്യം. കുറച്ചും കൂടി ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് നോക്കാം. ഓക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈശ്വര പോലെ.
മഴ ഒന്ന് നിന്ന്. അതടി പോയി ഗൈസ്. പോലെ മോളെ, ഞാൻ നിനക്ക് വേണ്ടി കുറേ നേരമായിട്ട് പണിയെടുക്കുന്നു. എപ്പോഴെങ്കിലും നിന്നെ കിട്ടത്തുള്ളൂ. പിന്നെയും ഞാൻ പൊട്ടത്തരം ചെയ്തു. ഓക്കെ, ഒരു പരിപാടി കഴിഞ്ഞു. ഏതായിരുന്നു? ഇനി ഗ്രാസ് ബ്ലോക്ക് സ്പ്രെഡ് ഈ ബ്ലോക്കല്ലേ? വേണ്ട, എന്നെ കൊല്ലല്ലേ. ഓക്കെ, ഏത് പിന്നെ ഇവിടെ സ്റ്റിക്ക് ഓൾറെഡി ഉണ്ടായിട്ട് ഞാൻ ഇത്രയും പൊട്ടത്തിലൊക്കെ ചെയ്തത്. എന്ത് ചെയ്യാനാ, ബുദ്ധി കുറഞ്ഞു പോയില്ലേ. ഈ വീഡിയോ ചില ലെങ്ത് കൂടുതലായിരിക്കും, കാരണം ഇത് നല്ല എഫേർട്ട് ഉണ്ട് ഈ ജോലിക്ക്. ഇത് ഓരോന്നിനും വരുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റണം. തൊട്ട് അങ്ങോട്ട് പിടിക്കുക. 240 ബോക്സ് പൊട്ടിച്ച് ജസ്റ്റ് വേണം. ഇതൊന്ന് അതിലോട്ട് വെക്കാം. വാട്ടർ ബക്കറ്റ് സാധനങ്ങളൊക്കെ തൊട്ട് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യണം. ബക്കറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കാം. ഇതതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അതങ്ങോട്ടെടുക്കുക. ഇത്രയൊന്നും വേണ്ട. 4 കയ്യിൽ വെച്ചിട്ട് ഒക്കെ പോവാം. അത്രയേ ഉള്ളൂ. ഇനി പതുക്കെ ഇതിങ്ങോട്ട് വെച്ച് ബക്കറ്റ് എടുത്ത് വെള്ളം എടുത്ത് ഇതിങ്ങോട്ട് വെച്ച് കുറച്ച് ടെററാണ്. ഓക്കെ, നമ്മൾ വീഴുന്നുള്ള പേടി വേണ്ട. പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം വുഡനൊക്കെ ഐറ്റംസൊക്കെ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു സാധനം കൂടി വേണം. ലെവൽ അപ്ഗ്രേഡായി ഗൈസ്. ലെവൽ 2 ഓക്കെ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഇതും വെച്ചിട്ട് ഒരു ഹോ ഉണ്ടാക്കാം. ഉടൻ ഹോ ഉണ്ടാക്കാം. ഒറ്റ മിനിറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, AC ആണ് ഇട്ടുന്നത്. ഭയങ്കര തണുപ്പ്. ഞാനൊന്ന് ഓഫാക്കട്ടെ. ഒറ്റ മിനിറ്റ്. ഓക്കെ, അത് ഓഫായിക്കോട്ടെ. നമുക്കിവിടെ കളി ഇറങ്ങാം. നമ്മൾ ഒന്നും കൂടി ഇതാവാൻ തുടങ്ങി ഗൈസ്. പവറാവാൻ തുടങ്ങി. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. ഉടൻ ഐറ്റംസ് ആയിട്ടുള്ളൂ. സ്റ്റോണാണ്. ഞാൻ ഗ്രാവലായി വിചാരിച്ചിരിക്കുക ഗൈസ്. ഓക്കെ ഇതും കൂടി മതി. എന്നിട്ട് ഇതിങ്ങനെ നട്ടു വയ്ക്കുക. ഓക്കെ, ഇനി സ്റ്റോൺ ഏജിൻ്റെ കളികൾ. കിട്ടുമോ വേണ്ട. പിക്കാക്സ്. അയ്യോ പൈസ മിനിറ്റ് സ്വിച്ച് ഓഫ് ആക്കട്ടെ. ഓക്കെ, ഇനി ഒരു മിനിറ്റ്. ഓക്കെ ഇനി നമുക്ക്
ഐറ്റംസ് എടുക്കാം. ഇതും പിന്നെ ഈ ഒന്നും എടുക്കാം. ഇത് തൽക്കാലത്തേക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് എന്നിട്ട് മൈനിങ് ഇറങ്ങാം. നമുക്ക് ഇങ്ങനെ നിന്ന് മൈനിങ് ഇറങ്ങാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിന്ന് പൊട്ടിക്കാം. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. അതിന് മുമ്പേ നമുക്കിനി ഇതൊക്കെ ഇതിക്ക് വെച്ചിട്ട് ഈ 4 ബ്ലോക്ക് മെയിൻ അയിന് വന്ന് അത് പൊട്ടിക്കണം എനിക്ക്. അപ്പോൾ ഇനി ഞാൻ ഈ 11 എടുത്തിട്ട് സ്ലാബ് ഉണ്ടാക്കി സൈഡ് വയ്ക്കാം. സ്റ്റോണ് ഓക്കെ 54 ഉണ്ടാക്കി വയ്ക്കാം. ബാക്കി കത്തിക്കാനും വെക്കാം. ടെററൈറ്റ് ഇനി പതിയെ അങ്ങോട്ട് വെക്കാൻ തുടങ്ങാം. വൺ ബ്ലോക്ക് ഈസി. ഇനി വൺ ബ്ലോക്ക് അത്യാവശ്യം ഈസി ആട്ടോ ഗൈസ്. പക്ഷേ കുറേ നേരം ഗ്രൈൻഡിങ് വരുമോ, അത്രയൊരു സീനുള്ളൂ. ഓക്കെ നൈസായിട്ട് അങ്ങോട്ട് പൊട്ടിക്കാം. വോയിഡിലേക്ക് പോയി ഈ ഒരു ഇതിട്ട പോകത്തില്ല. ഈ ഒരു ലെവലിൽ വെച്ച് കൊണ്ടിരിക്കാം. മാക്സിമം നമുക്ക് ഈ ഒരു ഇതിൽ കടന്ന് കളിക്കാം. പിന്നെ ഒരു സ്ഥലമായിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇത് മൊത്തം വെച്ചിട്ടെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്താൽ മതി. മൈ ഗോഡ്, എങ്ങനെ ഞാൻ അങ്ങോട്ട് പോകും? പോലെ കിട്ടി. നമുക്ക് ഈ സൈറ്റ് ഇതും പൊട്ടിക്കേണ്ടി വരും. സീനില്ല. ഓക്കെ, ഇവിടെ സേഫ്റ്റി. എനിക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ആരും ചോദിക്കാൻ പറ്റില്ല ഗൈസ്. ബാക്കി അതോട്ട് തന്നെ വെക്കണം. പിന്നെ നമുക്ക് ഈ 2 ട്രീ ഇവിടെ നടാം. സൈഡിൽ വേണ്ട അത് വേണ്ട. അതവിടെ കടന്ന് ഉണ്ടാവട്ടെ. ഇനി നമുക്ക് വേഗം ഒരു സ്റ്റോൺ പിക്കാക്സ്, നോനോ സ്ലാബ് ആക്കരുത്, കറക്റ്റ് തൊടണം. എന്നിട്ട് നമുക്ക് ഈ ഒറ്റൊരു അയ്യണം അങ്ങോട്ട് എടുക്കാം. നമ്മുടെ ആദ്യത്തെ ഓക്കെ, പതുക്കെ അങ്ങോട്ട് പോ. അങ്ങോട്ട് കേറ്. ഓക്കെ, കേറി പോകത്തില്ല. ഇവൻ ഇന്നെ കളിപ്പിക്കാനുള്ള പരിപാടിയാണ്. വാ.
അവൻ വാ വാ വാ, അങ്ങനെ 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 വാ, അവിടെ കിടന്ന് കളി. അല്ല പിന്നെ അവൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടിക കാണുന്നിട്ട് ഞാൻ അവനെ വിളിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ കിടന്ന് കളിക്കുന്നു. കളിക്കട്ടെ. ഈ മോബ്സൊക്കെ വരാൻ സാധ്യത കാണുന്നു. ഓക്കെ, ഇനി ഒരു പരിപാടി ഉണ്ട്. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. ഇതെടുക്കട്ടെ. ഒരു ഇത് ഒന്നുണ്ടാക്കി. പിന്നെ നമുക്കിത് ഇവിടെ അങ്ങോട്ട് വയ്ക്കാം. ഇത് വയ്ക്കാം. ഒരു ഒറ്റ സ്ലാബ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഈ വേൾഡിൽ അയണ് കുക്കായിക്കൊണ്ടിരിക്കുക. എന്താ ഈ പണിക്ക്? പിഗ് കുറച്ച് ഭ്രാന്തനായി. ആദ്യത്തെ എക്സ്പിയും കിട്ടി, ഇതും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഷീൽഡ് ഉണ്ടാക്കണം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരിക്കണം. വേണ്ട ഓടി ഇരുന്നോട്ടെ. നമ്മളെ അഥവാ വേണോ പറഞ്ഞപ്പോൾ പൊട്ടാറ്റോ നമ്മുടെ കയ്യിലുണ്ട്. അത് നട്ടൂടെ? അങ്ങനെ നടാം. നമ്മുടെ ഹങ്കർ ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് വലിയ സീനില്ല. നീ ഇങ്ങോട്ട് നിന്നേ. നീ അങ്ങനെ നീ തീർന്നടാ. അവൻ കുറേ നേരമായി ഗൈസ് കളിക്കുന്നു. ഓക്കെ, ഈ കോബിൾ സ്റ്റോൺ അതിലേക്ക് വെച്ചിട്ട് മതി നമ്മുടെ കളി, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അടുത്ത ഷീപ്പ് ഇവനെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. ഇവിടെ ഒരു ബ്ലോക്ക്, ഒറ്റ ബ്ലോക്ക്. വാ, നീ വാ. ഓക്കെ, അങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ്. നമുക്ക് ഇനി വെള്ളപ്പൂ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്കത് വെച്ചാൽ അവനോട് സെറ്റാക്കാം. ഓഫ്, സ്കെൽട്ടൻ ഞാൻ ചാവ്. ബോൺവീൽ. എൻ്റെ ഐറ്റംസ് പോവാതെ എടുക്കട്ടെ. അയ്യൺ, അതാ ഞാൻ പറഞ്ഞത്. ഇനി എപ്പോൾ എന്ത് വേണമെങ്കിലും വരാം. പ്രതീക്ഷിച്ച് വേണം കളിക്കാൻ. നമുക്ക് ഇനി ടോർച്ച് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റിക്കാക്കാം, ടോർച്ച് വയ്ക്കാം അവിടെയൊക്കെ. പിന്നെ അയേണ് 2 നമുക്ക് ഷിയേഴ്സ് ഉണ്ടാക്കി ബെഡ് ഉണ്ടാക്കിയേ പറ്റൂ. പിന്നെ ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഒന്ന് ബോൺവീലാക്കാം. മൊത്തം ബോൺവീലാക്കി വയ്ക്കാം. അതില്ലേ, പിന്നെ നമുക്ക് ഇതൊന്ന് ആക്കി വയ്ക്കാം. ഇതും ആക്കി വയ്ക്കാം.
അപ്പോൾ ഇത് നമ്മൾ പറിക്കുമ്പോൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓക്കെ 2 കിട്ടി. പിന്നെ ഇവിടെ പിന്നെ ഒരു പൊട്ടാറ്റോ ഇവിടെ. ഇത് മതി, ഇനി നമുക്ക് തിന്നാം. തൽക്കാലം അത് മതി. പിന്നെ ഇത് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം, ഇതങ്ങോട്ട് വയ്ക്കാം, ഇതങ്ങോട്ട് വയ്ക്കാം. ഇനി എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് ഇനി ഇത് സൈഡ് ഇട്ടെടുക്കാം. ഇതുകൊണ്ട് സ്ലാബ് ഉണ്ടാക്കാം ഗൈസ്. ഇതുകൊണ്ട് സ്ലാബ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ വെക്കാം. അതാകുമ്പോൾ മോക്സ് സ്പ്രോൺ ആവത്തില്ല. ഇതെടുക്കട്ടെ, വേണ്ട, ഇത് ഇവിടെ വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇത്ര ഐറ്റംസ് നമ്മുടെ കയ്യിൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇത് മുറിച്ച് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാം. മുറിച്ച് നമുക്ക് ചെസ്റ്റൊക്കെ ഒന്ന് സൈഡിലേക്ക് വെച്ച് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അത് മതി. ഓക്കെ, അത്യാവശ്യം ഡർട്ട് ഉണ്ട് ഗൈസ്. എന്നാലും എൻ്റെ ഒരു ഇത് വേണ്ട, ആ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഈ ഭാഗം നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്യാം. കൈ കിട്ടണേ. ഓക്കെ, കയ്യിലുള്ള ബ്ലോക്ക് തീർന്നാൽ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ നൈറ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇടിയൊക്കെ ഉണ്ട്, പറയാലോ, ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ ആണല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി, ഞങ്ങളുടെ അവിടെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. വേണ്ട, അത്ര മതി. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി അവിടെ സെറ്റാക്കണം. ഇങ്ങനെ വയ്ക്കാം. സ്റ്റോറേജ് നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് മാറ്റാം ഗൈസ്. നല്ല ഇത് വരുന്നുണ്ട്, നല്ല ഇത് വരുന്നുണ്ട് ഗൈസ്. പേരിട്ടുന്നില്ല. വെച്ചിട്ട് ഇതങ്ങോട്ട് വെച്ച് ഫില്ലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പോകത്തില്ല, ഇങ്ങനെ മതി. ഒന്നും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതൊരു സീനാണ്. ഓ മൈ ഗോഡ്. അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഓടി നോക്കാം. ചാടി നോക്കാം. വണ്ടി വന്നില്ല, പാർക്ക് ഓവർ പോലും ചെയ്യാൻ പറ്റത്തില്ല. രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒന്ന് ചാടി നോക്കാം. നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആളുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ബൈ.